വാട്സ് ഗൈസ്. അപ്പൊ നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ മൈൻക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൽ ഇന്നലെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറെ കാലമായിട്ടുണ്ടെങ്കിൽ നമ്മള് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ നമ്മളെ വേൾഡ് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുക എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫുള്ള് എൻജാനിങ് സ്റ്റേഷനും പിന്നെ ഒരു ഫുൾ എൻജാനിങ് സെറ്റപ്പും സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇനി അധികം പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. What's up, guys? It's me, Nishan, and you're watching Nishan Plays. അപ്പതേ ഗൈസ് നമ്മളെ ഷുഗർ കെയിൻ ഫാമിൽ നിന്ന് ആവശ്യത്തിലേറെ ഷുഗർ കെയിൻ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഉള്ള ഷുഗർ കെയിൻ ഫുള്ള് നമ്മൾ പേപ്പറാക്കി മാറ്റി ഗൈസ്. അപ്പൊ ഗൈസ് ഈ വീഡിയോ 90% ടൈം ലാപ്സ് ആയിരിക്കും ഗൈസ്. കാരണം നമ്മൾ ആ ലെതർ ഒപ്പിക്കുന്നതൊക്കെ ഒരു 30 മിനിറ്റ് ക്ലിപ്പ് ഉണ്ട്. അപ്പൊ നമ്മളിതൊക്കെ ടൈം ലാപ്സ് ഇടാനും കാണിക്കുക, നിങ്ങൾക്ക് ബോറടി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഗൈസ് നമ്മള് ഇന്ന് ചെയ്യുന്ന ബിൽഡുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് വലുതായിട്ട് ബിൽഡിംഗ് ഒന്നും അറിയില്ല, എന്നാലും നമ്മള് ആടിയിടിയും കുത്തിയിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് ചെയ്യണത്. പിന്നെ നാളെ നമ്മളൊരു മിക്കവാറും നെതർ ബിൽഡ് ഉണ്ടാക്കാനാണ് സാധ്യത. നമ്മളൊരു സീറ്റ് ഒപ്പിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ലെതർ ഉള്ളതൊക്കെ കളക്ട് ചെയ്തു. പിന്നെ അതേ കൈസ് നമ്മളെ പെട്ടിയിലുള്ള ലെതറൊക്കെ എടുത്തതിന് ശേഷം നമ്മളിത് അതുകൊണ്ടൊക്കെ ബുക്ക് സെറ്റ് ചെയ്തെടുത്തു. അപ്പൊ ബുക്ക് എടുത്തതിന് ശേഷം പിന്നത്തെ കൈസ് നമ്മള് ബാക്കിയുള്ള ലെതർ ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടാണ്. പിന്നെ നമ്മള് കുറച്ച് സ്റ്റിക്ക് കുറച്ച് വുഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു 8 മണിയായിട്ട് കിട്ടി തോന്നുന്നു. പിന്നെ അതേ നമ്മളെ വീറ്റ് വളർന്നു നോക്കിയുള്ള വീറ്റ് കൊണ്ടൊക്കെ നമ്മള് പശുവിനെ ബ്രീഡ് ചെയ്തു. അപ്പൊ അറിയാതെ നമ്മളാ കൗ ഫാമിനുള്ളിലേക്ക് പോകുന്നു ഗൈസ്. ഇതുകൊണ്ട് വലിയ ഉപകാരം നമുക്ക് കിട്ടില്ല ഈ ഫാം കൊണ്ട്. അപ്പോ പിന്നെ അറിയാതെ രണ്ട് പശുക്കുട്ടികളൊക്കെ തല്ലിക്കൊന്നു. പിന്നെ വേറെ വഴിയൊന്നും ഇവിടെ അധികം സ്പോൺ ആവാത്തപ്പോൾ ഞാൻ പിടിച്ചിട്ട് ഇന്നതിനെ എല്ലാത്തിൻ്റെയും ചെയിൻ ഒരു വിട്ടു ഗൈസ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് അവരൊക്കെ ബേൺ ചെയ്ത് കൊന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് ലെതറും എടുത്തു. പിന്നെ ഒരുപാട് റോം ചെയ്ത് നടന്നു, അലഞ്ഞടന്നു നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറെ ലെതർ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ നേരം നോക്കി. പിന്നെ ഒരു കഴുതേനൊക്കെ, പക്ഷെ അതൊരു ചെറിയ കഴുതയായിരുന്നു, തല്ലി കൊല്ലായിരുന്നു. പിന്നെ അതേ അങ്ങനെ നമ്മൾ കുറെ നേരം തപ്പിടന്നപ്പോ ഒരു കുതിരേനെ കൂടി കിട്ടി. ആ കുതിരനെ തല്ലിക്കൊന്നു. ഞാൻ കുറച്ച് ബ്രൂട്ടലാണ് ഗൈസ്, നോക്കിയിട്ട് കാര്യമില്ല. ഗെയിം കുറെ നേരം കളിക്കുമ്പോൾ ആർക്കായാലും മടുക്കും. പിന്നെ ഗൈസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇതുണ്ടാക്കി. പിന്നെ അതേ ഉറങ്ങാൻ നോക്കി. പിന്നെ അതേ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നത് കൂടെ അതിനെ വലുതാക്കി അതിനെ കൊന്നപ്പോ അതിനും കിട്ടിയിട്ടില്ല അതില്. അപ്പൊ അതേ ഗൈസ് പിന്നെ നമ്മളെ വീട്ടിൽ പോയിട്ട് ആവശ്യമുള്ള ആകെയുള്ള ഡയമണ്ടും ഒബ്സിഡിയനൊക്കെ എടുത്തതിന് ശേഷം നമ്മള് എൻജോയ് ടേബിൾ വന്നിട്ടുണ്ട്. നമ്മളെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി, ബുക്ക് ഷെൽസ് ഫുള്ള് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മളൊരു ഡയമണ്ട് പിക്കാക്സ് കൂടി വന്നു. കാരണം നമുക്ക് സിൽക്ക് ടച്ച് അത്യാവശ്യമാണ് നാളെ നെതർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ എൻജോയ് ടേബിൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഈ സീരീസിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. കാരണം നമ്മൾ ഒരു വലിയൊരു നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ പോണ്. അതിനുള്ള ഒബ്സിഡിയൻ ഓൾറെഡി നമ്മൾ മൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ട്. പിന്നെ നമ്മളൊരു സ്റ്റെപ്പ് പോലെ വെട്ടി കഴിഞ്ഞു. എന്തിന് നമ്മളെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, എൻജാനിങ് സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ ഷവര് ബിൽഡ് ചെയ്ത് കൊടുത്തത് നമ്മളതൊക്കെ പൊളിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മളൊരു വലിയ റൂം ഇതിൻ്റെ ഉള്ളിൽ വെട്ടാൻ തുടങ്ങി. അങ്ങോട്ട് ഒരു 4 ബ്ലോക്സും അതിൻ്റെ അകത്തേക്ക് അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഒരു 4 ബ്ലോക്സും വെച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ അപ്പുറത്തേക്ക് വെച്ചത് 4 ബ്ലോക്സോ 5 ബ്ലോക്സോ എത്ര നമ്മൾ കുഴിച്ചിട്ട് ഒരു വലിയ റൂം ഉണ്ടാക്കി വെച്ചു. അതെ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് ടൈമിൽ പ്രശ്നമാണ് ഗൈസ്, നമ്മൾ ടൈം ലാപ്സ് ഇട്ടോന്നുള്ളൂ. അപ്പൊ ഗൈസ് ഈ ടൈം ലാപ്സ് കൂടുതൽ ഒഴിവാക്കണോ എന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെ പിക്കാക്സ് പൊട്ടി. അപ്പൊ ഗൈസ് പിക്കാക്സ് ഒന്നുകൂടി ഉണ്ടാക്കണം ഗൈസ്. ചില ക്ലിപ്പിങ്സിനൊക്കെ ഞാൻ അപ്പൊ തന്നെ വോയിസ് കൊടുക്കലാണ്. പിന്നെ ചിലതിന് മാത്രമേ ഞാൻ പിന്നീട് വോയിസ് ഓവർ കൊടുക്കലുള്ളൂ. അപ്പൊ ഗൈസ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് ഗൈസ്. ഈ ഐഫോൺ ആയതുകൊണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫാക്കാൻ മറക്കാണ് ഗൈസ്. പിന്നെ ഇത് നമ്മൾ ഫുൾ ഇങ്ങനെ ഡിഗ് ചെയ്തിട്ട് ഒരു സെറ്റ് കോബിൾ സ്റ്റോണ് അതിൻ്റെ ചുറ്റും, പിന്നെ സ്പ്രൂസ്,
നമുക്ക് സ്പ്രൂസ് അൺലിമിറ്റഡ് ആയിട്ട് ഫാം ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലെക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് പിന്നെ കൊബിൾ സ്റ്റോൺ വെച്ചു, അങ്ങനെ ലെയർ ചെയ്തു, അങ്ങനെ എല്ലാതും നമ്മളൊരു സ്പ്രൂസ് കൊബിൾ സ്റ്റോൺ ടെക്സ്റ്ററിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ സൈഡ് ഭാഗം നമ്മൾ ഇങ്ങനെ ചെയ്തു. പിന്നീട് ഇതേ അവിടെ വെച്ചു, ആ ടോർച്ചുള്ള ഭാഗത്തൊക്കെ വെച്ചു. അതേപോലെ സെയിം ഓപ്പോസിറ്റ് സൈഡും ചെയ്തു. അപ്പോൾ അത് നമ്മളെ ആക്സ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആക്സ് നമ്മൾ മാറ്റിയിട്ട് അവിടെ വെച്ച് പിന്നീട് അങ്ങനെ ആ കോബിൾ സ്റ്റോൺ വെച്ചു. പിന്നെ ഇതേ പൊട്ടിച്ച് പിന്നെ ലൈറ്റ് റീപ്ലേസ് ചെയ്തു. പിന്നെ ആ 2 വലിയ വാളും നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഒരു സെറ്റ് സ്പ്രൂസ് ലോഗ് വെച്ചു. പിന്നെ അതിൻ്റെ പുറത്ത് പ്ലാങ്ക്സ് വെച്ചു. ഒരു സെറ്റ് കോബിൾ സ്റ്റോൺ വെക്കും, ഒരു സെറ്റ് പ്ലാങ്ക്സ് വെക്കും, ഒരു സെറ്റ് കോബിൾ സ്റ്റോൺ വെക്കും, ഒരു സെറ്റ് പ്ലാങ്ക്സ് വെക്കും. പിന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ഒരു ക്രീപ്പർ നമ്മളെ ഫാമിൻ്റെ അടുത്ത്, അതിനെയും തട്ടി ആ ഗൺ പൗഡർ എടുത്ത് അടിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ സ്കെൽറ്റനും സ്പൈഡറൊക്കെ പിന്നെ നമ്മളെ പണി തുടർന്നു. അതേപോലെ തന്നെ സെയിം പാറ്റേൺ ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മൾ റൂഫിൻ്റെ പണി തുടങ്ങി. പിന്നെ ലൈറ്റ് കുറവുണ്ട് തോന്നിയപ്പോൾ നമ്മൾ ഒരുപാട് ടോർച്ച് അങ്ങനെ സ്പാം ചെയ്തു അതിൻ്റെ ഉള്ളിൽ. എന്തായാലും എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി ഗൈസ്. ഇതുവരെ ബിൽഡ് ചെയ്തത് കൊള്ളാം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ബിൽഡ് വെച്ചിട്ട്. എനിക്ക് ഇതിലും വലിയ കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറ്റണത്ര ട്രൈ ചെയ്യും ഗൈസ്. പിന്നെ അതെ നമ്മൾ റൂഫ് ഫുള്ള് മൈൻ ചെയ്തെടുത്തു. നമ്മൾ ഒരു ലെയർ അല്ല 2 ലെയർ മൈൻ ചെയ്തു. കാരണം മിനിമം ഒരു 3 ബ്ലോക്ക് ആയിട്ടെങ്കിലും വേണം, എന്നാലേ നമുക്കൊരു നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ അടിച്ചുകൊണ്ട് ഒരു ഇറിറ്റേഷൻ ആണ് എപ്പോഴും. പിന്നെ അടിയത്തെ സെയിം പാറ്റേൺ തന്നെ നമ്മൾ മുകളിൽ ഫോളോ ചെയ്തു. ഒരു റൗണ്ട് കോബിൾ സ്റ്റോൺ വെക്കും, പിന്നെ ഒരു റൗണ്ട് സ്പ്രൂസിന്റെ പ്ലാങ്ക്സ് വെക്കും, പിന്നെയും കോബിൾ സ്റ്റോൺ വെക്കും, പിന്നെ നടുവിൽ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലാങ്ക്സും വെച്ചു ഗൈസ്. പിന്നെ ഗൈസ് ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ്സ് എടുക്കാൻ ഞാൻ മറന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ മെഷർമെന്റ്സ് പറയാത്തത്. പിന്നെ ഇതേ മുകളിലും അടിയത്തിന്റെ ബാക്കി നമ്മൾ മുകളിലത്തെ അതിൽ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് ഫുള്ള് ബിൽഡായി തീർത്തു. പിന്നെ അതേ ഗൈസ് നമ്മൾ മെല്ലെ സ്റ്റെപ്പിന്റെ പരിപാടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. കുറച്ച് സ്റ്റേഴ്സ് ഉണ്ടാക്കി വന്നു. കാരണം മോൾ ഭാഗം കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഗൈസ് എനിക്കൊരു സജഷന്റെ ആവശ്യമുണ്ട്. ഇതിന്റെ മോൾ ഭാഗം മൂടി വെക്കണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയാം ഗൈസ്. പിന്നെ സ്റ്റെപ്സിൽ ലൈറ്റ് വെക്കാൻ ഞാൻ മറന്നായിരുന്നു. നീ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം. നമ്മളെല്ലായിടത്തും ഒരു സെയിം പാറ്റേൺ തന്നെ തുടർന്ന് സ്പ്രൂസ് കോബിൾ സ്റ്റോൺ, സ്പ്രൂസ് കോബിൾ സ്റ്റോൺ, സ്പ്രൂസ് കോബിൾ സ്റ്റോൺ. അപ്പൊ ഞാൻ ഫസ്റ്റ് സൈഡ് റെഡി ആക്കണമെന്ന് കരുതിയില്ല. പിന്നെ സ്റ്റെപ്പ് റെഡി ആക്കിയപ്പോൾ സൈഡ് കാണാൻ വൃത്തിയില്ലാന്ന് തോന്നി. അപ്പൊ നമ്മൾ അതും അങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. ഒക്കെ ഒരു സ്പ്രൂസ് കോബിൾ സ്റ്റോൺ, ആ ഒരു മയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ആ ഒരു കോംബോ. എന്തായാലും ജീവിതത്തിൽ എഞ്ചിനീയർ ആവണം എന്നുള്ള എന്റെ ആഗ്രഹം, അത് ഏതായാലും നടക്കൂല. പിന്നെ ഇതെങ്കിലും ചെയ്യാം. അപ്പൊ ഒരു പണ്ടാരം കഴിഞ്ഞിട്ട് 2 സോംബികളൊന്നും അടിച്ചു. അപ്പൊ അടി ചെന്നേക്ക് ഒരു അടി കൊണ്ടേക്ക് നമ്മൾ ചത്തു ഗൈസ്. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ പഴയതുപോലെ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ വർക്ക് കണ്ടിന്യൂ ചെയ്തു ഗൈസ്. പിന്നെ ഗൈസ് ഇതിന്റെ ഒരു ഓവർ റിവ്യൂ നമ്മൾ നാളെ കാണിച്ചു തരുന്നതാണ്. എടുക്കാൻ നമ്മൾ മറന്നു ഗൈസ്. പിന്നെ നമ്മളിത് അത് ഫുള്ളായിട്ട് അങ്ങനെ പൊളിച്ചിട്ട് അപ്പുറത്തെ സൈഡും സെയിം ആയിട്ട് ചെയ്തു ഗൈസ്. പിന്നെ അതെ അങ്ങനെ പൊളിച്ചിട്ട് ആ ഫ്രണ്ടിലെ ആ ഒരു ഭാഗം കൂടി നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സ്പ്രൂസ് കോബിൾ സ്റ്റോൺ കോമ്പിനേഷൻ നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മളെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ തുടക്കത്തിൽ തന്നെ വീട് ഉണ്ടാക്കിക്കൊണ്ട് ചിലപ്പോൾ നമ്മളൊരു പൈസ അങ്ങനത്തെ ഗൈസ് നമ്മളിത് എൻജോയ് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 5 ബുക്ക് ഷെൽഫ് നേരെ വെച്ചു. അതിന്റെ സൈഡിലേക്ക് ഒരു 4 വെച്ചു. അപ്പുറത്തെ സൈഡിൽ ഒരു 4 വെച്ചു. പിന്നെ ആ ഫ്രണ്ട് ഭാഗത്ത് 2 വെച്ചു. നമുക്ക് ഒരു വേ കിട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ നടുവിൽ ബുക്ക് ഷെൽഫ് എൻജാനിങ് ടേബിൾ വെച്ചു. അപ്പൊ നമുക്ക് 30 ലെവല് ഫുൾ ലെവല് എൻജാനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു അൺബ്രേക്കിംഗ് 3 കാണിക്കുന്നുണ്ട്. നമ്മൾ ഞെതറി പോയിട്ട് കോഡ്സ് മൈൻ ചെയ്തിട്ട് എക്സ്പി ഒപ്പിച്ചതിന് ശേഷം അത് എൻജോയ് ചെയ്തപ്പോൾ അൺബ്രേക്കിംഗ് 3 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് മറ്റേ ഗ്രൈൻഡ് സ്റ്റോണിൽ വെച്ചിട്ട് ഡിസെൻജാൻഡ് ചെയ്തിട്ട് എടുത്തപ്പോൾ നമുക്ക് സിൽറ്റ് കിട്ടി. പിന്നെ നമ്മളൊരു അയൺ പിക്കാക്സ് വെറുതെ ചെയ്ത് നോക്കി നമുക്ക് ഫോർച്യൂൺ കിട്ടി. വേറെ ഒന്നും കൂടി വെച്ചിട്ട് നമ്മള് എഫിഷ്യൻസി സെറ്റ് ചെയ്തു ഗൈസ്. ഇതൊക്കെ കുറെ സമയം എടുക്കുന്ന പ്രോസസ് ചെയ്യുന്നു ഗൈസ്. നമ്മൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ബോറടിക്കണ ചെയ്താണ്. എതിരെ പോയിട്ട് ഒരുപാട് കോഡ്സ് മൈൻ ചെയ്തതിന് ശേഷം കിട്ടി. പിന്നെ 2 കൂടി കമ്പൈൻ ചെയ്തു. അപ്പൊ എഫിഷ്യൻസി 5, ഫോർച്യൂൺ 3 പിക്കാക്സ് കിട്ടി.
പിന്നീട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ നാളത്തേക്കാൾ എത്രയോ ഫാസ്റ്റ് ആയി ഗൈസ്. പിന്നെ നമ്മൾ ഗൈസ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ബൈ ബൈ.